നമുക്ക് കാണാം ആ മെയിൻ റോഡിന് താഴെ ഒരു സർവീസ് റോഡ് കൂടിയുണ്ട്. അവിടേക്കായിരിക്കും ഒരുപക്ഷെ ആ ബസ് മാറ്റുന്നത് ഗതാഗതം സുഗമമാക്കാനുള്ള. കാരണം മെയിൻ പാതയാണത്. അത് സുഗമമാക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശ്യാം പറഞ്ഞോളൂ. ആര്യ, ഇതൊരു പ്രധാനപ്പെട്ട ദേശീയപാതയിലാണ് ഇത്തരത്തിൽ ഈ ഒരു അപകടം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ മാടവന മുതൽ ഏകദേശം വലിയ രീതിയിൽ ഗതാഗത തടസ്സം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ അപകടം നടന്നിട്ട് ഏകദേശം അരമണിക്കൂറിലധികം പിന്നിട്ടിരിക്കുന്നു. നിലവിൽ ഈ അപകടത്തിൽ യാത്രക്കാർക്ക് വലിയ തോതിലുള്ള പരിക്കുകളില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ബൈക്കുകാരുടെ നില മാത്രമാണ് അല്പം ഗുരുതരമായി തുടരുന്നത്. നിലവിൽ ഇവിടെ സിഗ്നൽ ഉണ്ട്. ഈ സിഗ്നൽ സംവിധാനം മറികടന്ന് പോകാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ അപകടം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് വർക്കലയിലേക്ക് പോയ ബസ്സാണ് എന്നാണ് അറിയുന്നത്. കല്ലട ബസ്സാണ്. ക്രെയിൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ഈ ബസ് ഇപ്പോൾ ഉയർത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇനി ആ ബസ് പൂർണ്ണമായിട്ടും മാറ്റിയാൽ മാത്രമേ ഈ പ്രദേശത്തെ ഗതാഗതം ഉൾപ്പെടെ പൂർണ്ണതോതിലേക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ നല്ല രീതിയിൽ അവിടെ ഈ ബസ്സിലുള്ള ചില ആൾക്കാർ, ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർ അവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ തൃപ്പൂണിത്തുറ ലേഖകൻ അങ്ങനെയാണ് പറഞ്ഞത്. അവരുടെ പ്രതികരണം ശ്യാമിന് എടുക്കാൻ കഴിയുമോ, അതോ അവരെ അവിടെ നിന്ന് മാറ്റിയോ? തന്നെ പോലീസും മറ്റും എത്തിയാണ് ഈ ബസ് ഉൾപ്പെടെ വെട്ടിപ്പൊളിച്ചുകൊണ്ട് ആളുകളെയൊക്കെ പുറത്തെടുത്തത്. 8 പേരോളമാണ് നിലവിൽ ഇപ്പോൾ ചികിത്സയിലേക്ക് മാറ്റിയിരിക്കുന്നത്. അതിൽ ഒരാളുടെ നില അല്പം ഗുരുതരമാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, പ്രദേശ നാട്ടുകാരും മറ്റുമൊക്കെയാണ് വാഹനം പൊക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പോലീസ് തൊട്ടപ്പുറത്ത് ഗതാഗതം ഉൾപ്പെടെ നിയന്ത്രിക്കുന്നുണ്ട്. ഇപ്പോൾ ബസ് ഈ റോട്ടിൽ നിന്ന് മാറ്റുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. റോട്ടിൽ നിന്ന് ക്രെയിൻ ഉപയോഗിച്ചാണ് ഇപ്പോൾ ഈ തടസ്സമായി കിടന്ന ഭാഗത്ത് നിന്ന് ഇപ്പോൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇത് പൂർണ്ണമായിട്ട് ഇത് ഓടിച്ച് കൊണ്ടുപോകൽ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഇത് സമയമെടുക്കും. 2 ക്രെയിനുകൾ ഉപയോഗിച്ചാണ് ഇപ്പോൾ ഇത് നീക്കിക്കൊണ്ടിരിക്കുന്നത്. വലിയ തോതിൽ ഒരു ജനങ്ങളും ഇങ്ങോട്ടേക്ക് കൂടിയിട്ടുണ്ട്. 8 പേരോളമാണ് ഇതിൽ. ശ്യാം പ്രസാദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.